നമസ്കാരം. ടിക്ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് ടിക്ടോക്ക് ചിത്രീകരിക്കുന്നത് നമ്മുടെ AKG ഹോസ്പിറ്റലിനടുത്തുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇന്ന് വെക്കേഷൻ ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും സിനിമ മേഖല ക്വസ്റ്റ്യൻസ്, ഫോട്ടോ, ഐഡൻറ്റിഫൈ ദ ഇമേജ്, ജനറൽ നോളജ്, അങ്ങനെ ഡിഫറെൻറ്റ് 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസൊക്കെ റെഡിയാക്കിയിട്ടാണ് സമ്മാനം കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ചോദിച്ച് സമ്മാനമൊക്കെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. നമ്മൾ ചോദിക്കുന്ന കണ്ടസ്റ്റനൊക്കെ ഉത്തരം കറക്റ്റ് ആവട്ടെ. ഓക്കെ, നമുക്ക് എല്ലാവരോടും ചോദിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. മോളെ പേരെന്താ? നിഷ്വ. ഓക്കെ. സിമീറ റൌഫ്. എന്ത് ചെയ്യുന്നു റൂഫ്ക? ഡ്രൈവറാ? എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എവിടെയാണ്? കണ്ണൂർ തന്നെ. പിന്നെ മകൾ മാത്രം? അല്ലല്ല, 2 പേരുണ്ട്. അല്ല, എന്തൊക്കെ അവർ പഠിക്കുന്നുണ്ട്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഡിഗ്രി സെക്കൻഡ് ഇയർ. സെക്കൻഡാമത്തെ ആൾ +2, +1 ഇപ്പോൾ +2ലേക്ക്. ഇവള് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? മൂത്ത മോളാണ്, രണ്ടാമത്തെ ആൾ ആൺകുട്ടിയാണ്, +1 പഠിക്കുന്നത്. ഏത് സ്കൂളാണ് പഠിക്കുന്നത്? തോട്ടട. മോള് പിന്നെ പള്ളിക്കുന്ന് വുമൻസ് കോളേജിലാണ് പഠിക്കുന്നത്. ഏതാ? സെക്കൻഡ് ഇയർ അല്ലേ? ഏത് സബ്ജക്റ്റ്? ഇംഗ്ലീഷ്, BA ഇംഗ്ലീഷ്. ഇവളെന്താ പഠിക്കുന്നത്? ഫോർത്തിലാ? നീ എന്നെ കാണുമ്പോൾ പാട്ട് പാടുന്നൊരു ലക്ഷണമൊക്കെ ഉണ്ട്. പാട്ട് പാടാറുണ്ടാ? ഒരു പാട്ട് പാടോ? എന്തെങ്കിലും പാട്ടാ? ഏത് പാട്ടാലും നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. അജവിൻ്റെ ഒളിയിലെങ്കി തിളങ്ങുന്ന മദീനത്ത്, അജവാമരം തിങ്ങും മദീശത്ത്, അജബോടെ റസൂലുള്ള ഉറങ്ങുന്ന സബീദത്ത്, അതവോടെ ചെന്ന് സലാം പറഞ്ഞിടണം, തിരുപാഴം പതിനുള്ള മദീനത്തെ മണ്ണും പെണ്ണും തിരുതൂത് ഹബീബിൻ്റെ മദ്ഹോതുന്നേ, തരമിൽ സ്വഹാബത്തിൻ ചരിതം പേറും വൈകളിൽ മന്ദ ചെയ്തുകി വരവേകുന്നേ. അടിപൊളി. നല്ല പാട്ടൊക്കെ പാടി. പിന്നെ നമ്മുടെ നബിദിനങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? പ്രോഗ്രാമിൽ സമ്മാനമൊക്കെ നേടാറുണ്ടോ? സ്കൂൾ മത്സരങ്ങൾ പങ്കെടുക്കാറുണ്ട്? ഏതിനല്ല സമ്മാനം കിട്ടി? സ്കൂളിലെ ഗ്രൂപ്പ് സോങ്ങിന് കിട്ടീന് സെക്കൻഡ്, പിന്നെ ചിത്രരചന ഫസ്റ്റ് കിട്ടീന്. ചിത്രം വരക്കും. അടിപൊളി. ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടോ? അത്രയും എനിക്കല്ല, കുറച്ച്. വീട്ടിലെ വായാടിക്കുട്ടി ഇവളാണോ? ഇവളാണ്. എല്ലാവരും കുർത്തക്കേട് ഏട്ടനോടും അതുപോലെ ഏച്ചിയോടൊക്കെ കുർത്തക്കേടൊക്കെ കളിക്കുന്നത്? അടിയൊക്കെ കൂടുതൽ കൊടുക്കേണ്ട ഇവർക്കാണോ? ഇല്ല, അടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. മക്കളെ അടിക്കേണ്ടെന്ന് വന്നില്ല അല്ലേ? ഓക്കെ, താങ്ക് യു. അടിപൊളി. ഓക്കെ, ഞാൻ വരുന്നത് ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമിൽ നിന്നാണ്. ഇത് ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന സെഗ്മെൻറ്റിൽ ആദ്യത്തെ നമ്മുടെ കണ്ടസ്റ്റൻറ്റിന് 3 സെഗ്മെൻറ്റാണ് ലഭിക്കുന്നത്. ആദ്യം ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും. ആ ഫോട്ടോയിൽ ആരാണെന്ന് പറയണം. രണ്ടാമത് സിനിമയും അതുപോലെ തന്നെ സംഗീതവും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മൂന്നാമത് ജനറൽ നോളജ്. അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കും. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ നിങ്ങൾ 3ാമത്തെ സെഗ്മെൻറ്റ് വരെ പോകണം. അത് ജനറൽ നോളജ് വരെ ചോദിക്കും. ആദ്യത്തെ 2ലും നിങ്ങൾ ആൻസർ ചെയ്തില്ലെങ്കിൽ കളിയിൽ നിന്ന് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെഗ്മെൻറ്റ് പോകാം. ഞാനത് ഫോട്ടോ കാണിച്ചു തരാം. ഈ ഫോട്ടോയിൽ ആരാണെന്ന് പറയാം. ഇതാണ് ഫോട്ടോ. ഹിന്ദി നടനല്ലേ? ഹിന്ദി നടനല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് താരം. പേരെന്തോ? മോന് ക്രിക്കറ്റ് താരമാണ്. പേര് മെമ്മറിൽ പുറത്തേക്ക്. നിങ്ങളൊക്കെ കാലഘട്ടത്തിൽ ക്രിക്കറ്റിൽ അടിപൊളിയായിട്ട് ഉള്ളൊരു പേര് കിട്ടുന്നില്ല. അറിയില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെഗ്മെൻറ്റിൽ ആൻസർ ചെയ്തില്ല. നമുക്ക് 2ാമത്തെ സെഗ്മെൻറ്റിൽ പോകാം. സിനിമയൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ? TV വിയിലൊക്കെ വരുമ്പോൾ കാണാറില്ലേ? ഏതാണ് TV വന്ന ആദ്യത്തെ സിനിമ, അല്ല അവസാനം കണ്ട സിനിമ ഏതാണ്? കൽബ്. ഏത് നടനെയാണ് ഇഷ്ടം? മോഹൻലാലിനെയാണോ ഇഷ്ടപ്പെട്ട നടൻ? മമ്മൂട്ടിയാണോ? മമ്മൂട്ടിയാ. ഓക്കെ, പിന്നെ ഏത് നടിയാണ് ഇഷ്ടം? മഞ്ജു വാര്യർ, ശോഭന, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. മഞ്ജു വാര്യർ. ഓക്കെ, ഏത് നടനെയാണ്? മമ്മൂട്ടിയുടെ സിനിമകൾ കാണാറുണ്ടല്ലേ? ഓക്കെ. അത്യാവശ്യം കാണാൻ TV വിയിലൊക്കെ വരുമ്പോൾ കാണും അല്ലേ? ഓക്കെ, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ഒരുപാട് സിനിമകൾ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു ആദ്യം.
പിന്നീട് ശബ്ദമില്ലാതെ സിനിമയായി, പിന്നെ ശബ്ദമുള്ള സിനിമയായി, പിന്നെ അതുപോലെ കളർ ചിത്രമായി, അങ്ങനെയായി. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏതാണ്? അറിയില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം അറിയില്ല. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് മത്സരത്തിൽ വിഡ്രോ ചെയ്യാം. താങ്ക് യു സോ മച്ച്. പങ്കെടുത്തതിൽ വളരെ സന്തോഷം. ഓക്കെ. അപ്പോൾ നമ്മുടെ ടിക്ടോക്കിൻ്റെ ഇന്നത്തെ കണ്ടസ്റ്റൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഒരുപാട് സാധനങ്ങളൊക്കെ ഗ്രീൻസിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മുടെ ചേച്ചി ഇവിടെ എത്തിയിരിക്കുന്നത്. നോക്കാം, ചോദ്യങ്ങളെ ചോദിച്ച് ആൻസർ ചെയ്തിട്ട് സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കാം, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ആദ്യം പരിചയപ്പെട്ടിട്ട് ചോദ്യമൊക്കെ ചോദിക്കാം. പേര് പറയിച്ചു. ഗീത. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. എവിടെയാ സ്വദേശം? പള്ളിക്കുന്ന്. എങ്ങനെയാണ്, ഗ്രീൻസിലാണോ സാധാരണ പർച്ചേസ് തന്നെയാണ് വാങ്ങിക്കാറ്. അതെ. ഗ്രീൻസിനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെ? വളരെ നല്ല അഭിപ്രായം തന്നെയാണ് ഗ്രീൻസ്. ഞങ്ങളുടെ ഇഷ്ടത്തിന് പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് സ്വന്തം സെലക്ട് ചെയ്തെടുക്കാം. ഇതുവരെ വന്നിട്ട് നമുക്ക് സാധനങ്ങൾ ആഗ്രഹിച്ച് വന്നിട്ട് കിട്ടാതെ പോയിട്ടുണ്ടോ? ഇല്ല ഒരിക്കലും ഇല്ല. സ്ഥിരമായിട്ട് നല്ല എത്ര വർഷമായി തുടങ്ങിയത് ഗ്രീൻസുമായിട്ടുള്ള ബന്ധം? ഗ്രീൻസുമായിട്ടുള്ള ബന്ധം ഏകദേശം ഒരു 10 വർഷത്തിലധികമായി. അടിപൊളി. 10 വർഷത്തിൽ വലിയ കസ്റ്റമർ കേട്ടോ. അടിപൊളി. ആഴ്ചയിൽ എല്ലാ ആഴ്ചയും ഓഫേഴ്സ് ഉണ്ട്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. അപ്പോൾ വെജിറ്റബിൾസെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നു. ഫ്രൂട്ട്സ് ആയാലും ഒരു തൃപ്തികരമാണ് സാധനം വാങ്ങിച്ചാൽ. അടിപൊളി. നല്ല കസ്റ്റമർ കേട്ടോ. 10 വർഷത്തോളമായിട്ട് ഗ്രീൻസുമായിട്ട് തുടർന്നുകൊണ്ട് കസ്റ്റമറാണ്. അപ്പോൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൽ ടിക്ടോക്കിലേക്ക് കിടക്കാം. ഞാൻ കണ്ണൂർ വിഷന് ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമാണ്. ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന വ്യക്തിക്ക് ആദ്യം 3 സെഗ്മെൻറ്റാണ് ലഭിക്കുന്നത്. ആദ്യം ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും. ഫോട്ടോ കാണിച്ചു തന്നിട്ട് അതാരാണെന്ന് പറയണം. രണ്ടാമത് സിനിമയും അതുപോലെ തന്നെ നമ്മുടെ സംഗീതവും ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആൻസർ ചെയ്ത രണ്ടും ആൻസർ ചെയ്ത് നിങ്ങൾക്ക് മൂന്നാമത്തെ സെഗ്മെൻറ്റായ ജനറൽ നോളജിലേക്ക് പോകണ്ട. ഏതെങ്കിലും ഒന്നിനാണ് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 സെഗ്മെൻറ്റും പോകണം. ഓക്കെ, അപ്പോൾ 2 സെഗ്മെൻറ്റ് നിങ്ങൾ കറക്റ്റ് പറഞ്ഞാൽ നിങ്ങൾ സമ്മാനം കിട്ടും. ഓക്കെ, പോവാം. ഓക്കെ, ആദ്യം ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ആദ്യം ഞാൻ നമ്മുടെ ഫോട്ടോ എൻ്റെ ക്യാമറ ഒന്ന് കാണിക്കട്ടെ. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ്. ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഇല്ല, പെട്ടെന്ന് പറയാൻ വിഷമമാണ്. അതെ, ഇത് കളിയൊക്കെ കാണാറുണ്ടോ? ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ കുറവല്ല. ഇത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. മകൻ ഒരുമിച്ചുണ്ട്, അവൻ പറയായിരിക്കും. മകൻ ക്രിക്കറ്റ് കളി ഭയങ്കര ഇഷ്ടമാണല്ലേ? ഓക്കെ, അപ്പോൾ അത് റെഡിയല്ല അല്ലേ? ഓക്കെ, ഡൺ. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെൻറ്റ് എന്നത് സിനിമ അതുപോലെ സംഗീതം റിലേറ്റഡ് ആണ്. ഒരുപാട് സിനിമകൾ നമ്മുടെ മലയാളത്തിലും ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് സിനിമകൾ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ആദ്യം സിനിമ വന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ശബ്ദമില്ലാത്തത് വന്നു, ശബ്ദമുള്ള ചിത്രം വന്നു. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് നമ്മുടെ ഇന്ത്യൻ സിനിമയായിക്കോട്ടെ മലയാള സിനിമയായിക്കോട്ടെ ഇത്രയും വലിയ ഉയരങ്ങൾ എത്തിയിരിക്കുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ആദ്യത്തെ ഇന്ത്യയിലെ ശബ്ദ ചലച്ചിത്രം ഏതാണ്? ബാലൻ തെറ്റാണ്. അത് മലയാളത്തിലെ ശബ്ദ ചലച്ചിത്രമാണ്. അല്ല, അറിയില്ല. മലയാളത്തിലെ ശബ്ദ ചലച്ചിത്രമാണ് ബാലൻ. ഇന്ത്യയിൽ അത് മറ്റു ഭാഷയിലാണ്. ആ ശബ്ദ ചലച്ചിത്രം ഏതാണ്? അറിയില്ല. ശ്രമിക്കുന്നില്ല. ഓക്കെ, എനിവേ താങ്ക്സ് എ ലോട്ട്. നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നമ്മുടെ വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമ്മൾ ഈ ടിക്ടോക്കിൽ പങ്കെടുത്തു. അപ്പോൾ പർച്ചേസൊക്കെ നടക്കട്ടെ, ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? മകളുണ്ട്, മകനുണ്ട്. വൈഫ്, ഹസ്ബൻഡ് അബ്രോഡാണ്. മകൻ എന്ത് ചെയ്യുന്നു? മകൻ ബിടെക് എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. മകള് മെഡിസിൻ MBBSന് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അടിപൊളി. ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ വീട്ടിലുണ്ട്. ഓക്കെ, എനിവേ താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ കണ്ടസ്റ്റൻറ്റ് റെഡി ആയിട്ടുണ്ട്. വലിയ കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. വലിയ കെട്ടൊക്കെ കാണുന്നുണ്ട്. എന്താണ്, ആദ്യം പരിചയപ്പെട്ടിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, പേര് പറയും. പേര് റയീസ്. എവിടെ സ്വദേശം? മുഴപ്പിലങ്ങാട് ബീച്ച്. മുഴപ്പിലങ്ങാട്. നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ അടുത്താണോ? അതെ. ഓക്കെ, അപ്പോൾ ഗ്രീൻസ് നിന്നാണോ നോർമലി പർച്ചേസൊക്കെ നടത്താറ്? അത് ഭാര്യ വീട്ടിൽ, അതായത് കക്കാടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ കക്കാടൊക്കെ വരുന്ന സമയത്ത് ഗ്രീൻസിൽ ഒന്നെങ്കിൽ അപ്പുറത്തെ ഗ്രീൻസിൽ കയറും, ക്യാപിറ്റൽ മാളിലും, അല്ലെങ്കിൽ ഇവിടത്തേക്ക്.
ഓക്കെ, അടിപൊളി. എന്തൊക്കെയാണ് ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ഞാൻ വരുന്നത് ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാം എന്നാണ്. ടിക്ടോക്ക് എന്നത് കണ്ണൂർ വിഷൻ ഗ്രീൻസ് സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് 3 സെഗ്മെൻറ്റാണ് ലഭിക്കുന്നത്. ആദ്യം ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും. ആ ഫോട്ടോയിൽ ആരാണെന്ന് പറയണം. രണ്ടാമത് സിനിമയും മ്യൂസിക്കും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഈ രണ്ടും നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് മൂന്നാമത്തെ സെഗ്മെൻറ്റ് ജനറൽ നോളജിലേക്ക് പോകണ്ട. ഏതെങ്കിലും ഒന്നാണ് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവസാനത്തെ സെഗ്മെൻറ്റ് വരെ പോകണം. അപ്പോൾ ഇൻ കേസ് രണ്ടും നിങ്ങൾ ആൻസർ ചെയ്തില്ലെങ്കിൽ കളി നമ്മൾ വിഡ്രോ. ഓക്കെ, റെഡി? അപ്പോൾ ഞാൻ ആദ്യം പിന്നെ ഒന്ന് ഫാമിലി വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഭാര്യ 2 മക്കളും. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. ചെറിയ മക്കളാണല്ലേ? ചെറിയ മക്കളാണ്. ഓക്കെ, എന്താ തൊഴിലെന്താ? തൊഴിൽ മത്സ്യബന്ധനം. ഓക്കെ, എന്തുണ്ട് നമ്മുടെ മത്സ്യബന്ധനത്തിൻ്റെ ഇപ്പം പിന്നെ ഇപ്പം മത്സ്യബന്ധന പ്രശ്നമില്ല, മഴക്കാലത്താണ് പ്രശ്നം ഉണ്ടാവുന്നത് അല്ലേ? മഴക്കാലത്തും പ്രശ്നങ്ങളില്ല, ചില സമയങ്ങളിൽ മാത്രം. അല്ല, ഈ ട്രോളിങ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല? ട്രോളിങ് മറ്റേ വലിയ വലക്കാർക്കാണ് ട്രോളിങ്. ചെറിയ ഇതാണ്, വലിയ ബാധിക്കില്ല. ഹാപ്പിയാണോ അപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ ഇപ്പം എന്തെങ്കിലും നേരിടുന്ന എന്തെങ്കിലും വല്ല പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഇപ്പം എല്ലാവരും തട്ടിമുട്ടിയിട്ട് പോകുന്നുണ്ട്. കൂടുതലൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. മത്സ്യബന്ധന തൊഴിലാളികൾ എന്നത് കേരളത്തിലെ ഒരു വലിയൊരു വിഭാഗമാണ്. കാരണം നമ്മുടെ ഈ ഇതൊക്കെ പ്രളയമൊക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ നേർരേഖയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കേരളത്തിന് ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചവരൊക്കെ മത്സ്യബന്ധന തൊഴിലാളികളാണ്. അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? അതിൽ നാട്ടിലുള്ള അത്യാവശ്യം വർക്കുകൾ മാത്രം. മറ്റേ പുറത്തുള്ള നമ്മുടെ നാട്ടിലുള്ള കുറേ ആൾക്കാർ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രളയത്തിലെല്ലാം ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫൈബർ അടക്കം എടുത്തിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു തൊഴിലാളിയാണ് കേട്ടോ. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു തൊഴിലാളി കൂടിയാണ്. ഓക്കെ, ഞാൻ അത് എൻ്റെ സെഗ്മെൻറ്റിലേക്ക് പോവാം. ആദ്യം ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഞാനൊരു ഇമേജ് കാണിച്ചാൽ അത് ആരാണെന്ന് പറയണം. ഓക്കെ, ഇതാ ഇത് നമ്മളെ ക്രിക്കറ്റിൻ്റെ സഞ്ജയ് മഞ്ചരേക്കർ അല്ലേ? യെസ്, അടിപൊളി. സഞ്ജയ് മഞ്ചരേക്കറാണ്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള വലിയൊരു ക്രിക്കറ്റ് താരമാണ്. ഗവാസ്കർ അല്ലെങ്കിൽ അസറുദ്ദീൻ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ കമാൻഡറായിട്ട് നമ്മുടെ ക്രീസിന് പുറത്ത് നിന്ന് നിയന്ത്രിക്കുകയാണ്. ആദ്യത്തെ ആൻസർ കറക്റ്റ്. അടുത്ത സെഗ്മെൻറ്റ് എന്നത് നമുക്ക് പിന്നെ സിനിമയും അതുപോലെ തന്നെ സംഗീതം റിലേറ്റഡ് ആണ്. സിനിമയൊക്കെ കാണാറുണ്ടോ? സിനിമ പണ്ടേ കാണാറുണ്ട്. പണ്ട് ചെറുത് മുതലേ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലേക്കാന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV-യിൽ പണ്ടുള്ള മറ്റേ ശക്തിമാനും മറ്റുള്ള ഇതെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അത്രയും ഇതായിട്ട് പോകുന്ന ആ സമയത്ത്. രാമായണം, മഹാഭാരതം, ശക്തിമാൻ അല്ലേ, അങ്ങനത്തെ ഇതൊക്കെ. ഓക്കെ, പിന്നെ ഒരു ഉച്ചക്ക് 3 മണിക്ക് ജ്വാലയായി എന്ന് പറഞ്ഞ സീരിയൽ, ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ പോകുന്നത് അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ജ്വാലയായി സീരിയൽ. നമ്മൾ അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ച 4 മണിക്ക് സിനിമ. അത് തീരദേശ മേഖല ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിലേ ഉണ്ടാവും TV. അപ്പോൾ എന്ന് വെച്ചാൽ ആ വീട്ടിലേക്ക് നമ്മൾ എല്ലാവരും കുളിച്ച് മാറ്റിയിട്ട് അവിടെ പോയിട്ട് ഇരുന്നിട്ട് എല്ലാവരും കാണാൻ. സിനിമ കാണുന്ന ഒരു തിയേറ്ററിൽ പോകുന്ന ഫീലോട് കൂടി തന്നെ പോലെ അതന്നെ പറമ്പത്താന്നിരിക്കാനും. പക്ഷേങ്കിൽ ആ സമയത്ത് നല്ലൊരു ഇതാണ്. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു വൈബും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് ഒരു പണ്ടത്തെ ഓർമ്മകൾ ഒരു തരം നമുക്കൊക്കെ പലതരത്തിലുള്ള ഗൃഹാതുരത്തുള്ള ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയുന്നില്ല സത്യം. ഇന്നത്തെ കുട്ടികൾ വെറും മൊബൈലിൻ്റെ ലോകത്തും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരുപാട് സിനിമകൾ മലയാളത്തിനോ അതായത് ഇന്ത്യൻ സിനിമക്കും മലയാള സിനിമക്കും ഒക്കെ അഭിമാനകരമായിട്ടുള്ള സിനിമകൾ നമ്മുടെ സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു, പിന്നെ ശബ്ദമില്ലാത്ത ചിത്രമായിരുന്നു, പിന്നെ ശബ്ദമുള്ള ചിത്രം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനിമാസ് ആണ് പിന്നീട് ഇത്തരത്തിലുള്ള നല്ല സിനിമയിലേക്ക്, നല്ല ഇന്ന് കാണുന്ന സിനിമയിലേക്ക് വന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം. ഒരുപാട് ചലച്ചിത്രങ്ങളുണ്ട്. മലയാളത്തിലെ നേരത്തെ പറഞ്ഞ കണ്ടസ്റ്റൻ്റ് പറയും ബാലനാണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം. ഓക്കെ, അപ്പോൾ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം? ചെറിയൊരു ഓർമ്മ വെച്ചിട്ടാണെങ്കിൽ മറ്റേ ആലന്മാരെ എന്ന് തോന്നുന്നു. യെസ്, അടിപൊളി. സിനിമയെക്കുറിച്ച് നല്ല വിവരങ്ങളാണല്ലോ, അടിപൊളി. കറക്റ്റ് ആൻസറാണ്. ആരം ആലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻ്റ് പറഞ്ഞു. ഓക്കെ, യെസ്, നമുക്ക് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്.
ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടിക്ടോക്കിൻ്റെ സമ്മാനം നമ്മുടെ റെയ്സാണ്. റെയ്സ് മുഴപ്പിലങ്ങാട് സ്വദേശിയാണ്. റെയ്സാണ് നേടി ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന നല്ല മനോഹരമായ സമ്മാനമാണ്. ഓക്കെ, താങ്ക് യു. ഹാപ്പി അല്ലേ? പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയാൽ സന്തോഷമല്ലേ? സന്തോഷം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പങ്കെടുത്തതിൽ വളരെ സന്തോഷം. നമുക്ക് എവിടെയും വെച്ച് കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഞാൻ 3 കണ്ടസ്റ്റൻറ്റോടാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആദ്യം ഐഡൻറ്റിഫൈ ദ ഇമേജ്. അതിൽ ഞാൻ കാണിച്ചത് സഞ്ജയ് മഞ്ചരേക്കറുടെ ഫോട്ടോ ആയിരുന്നു. ആദ്യത്തെ 2 പേര് പറഞ്ഞില്ല. പിന്നെ അവസാനം റെയ്സ് പാച്ചാക്കരയാണ്, എടക്കാടുള്ള റെയ്സ് എന്ന മനുഷ്യ, മുഴപ്പിലങ്ങാടുള്ള റെയ്സ് എന്ന മനുഷ്യനാണ് ആദ്യത്തെ ആൻസർ ചെയ്തത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമയായിരുന്നു. ആലം ആരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ഹിയർ. ഇറ്റ്സ് മീ അൻലേഷ് ആർഷ.